Hello my dear students, welcome back to Marketing Management Session 2. നമ്മളുടെ മൊഡ്യൂൾ 1-ലെ രണ്ടാമത്തെ സെഷനിലാണ്. നമ്മൾ ഇൻട്രഡക്ഷൻ സെഷനിൽ എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്, അതിലുള്ള ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ മാർക്കറ്റിംഗ്. ഇപ്പം മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഡെഫിനിഷൻസ് ഒരുപാട് ഓതേഴ്സ് പല ഡിഫറെൻറ്റ് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗ് ഈസ് ദ ബിസിനസ് ഓഫ് മൂവിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു ദ കസ്റ്റമേഴ്സ്, അങ്ങനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അവരുണ്ടാക്കുന്ന ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും ഈ പറയുന്ന അവരിൽ നിന്നും കസ്റ്റമറിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. പക്ഷേ വേറെ ചിലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ മാർക്കറ്റിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്. പ്രൊഡ്യൂസേഴ്സും കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. എന്നാൽ വളരെ ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ മാർക്കറ്റിങ്ങിന് പറയുന്നത് മീറ്റിംഗ് കസ്റ്റമേഴ്സ് വാല്യൂ പ്രോഫിറ്റബിളി. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ്സ് പ്രോഫിറ്റബിളി. മീറ്റിംഗ് കസ്റ്റമേഴ്സ് നീഡ്സ് പ്രോഫിറ്റബിളി. അതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ. അത് നമ്മൾ പ്രോഫിറ്റബിളായിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു. ഓക്കെ, സോ ഇവിടെ പല ഓതേഴ്സും പല ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഇതിൽ. നോക്കൂ, ചിലർ അവരുടെ ഡെഫിനീഷനിൽ കസ്റ്റമേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ വാല്യൂ എഡിഷനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ചിലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവരുണ്ടാക്കുന്നത് എന്താണോ അതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ 3 തരത്തിൽ നമുക്ക് ഓറിയൻറ്റേഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദറ്റ് ഈസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനേഷനുണ്ട്, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനേഷനുണ്ട്, വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനേഷനുണ്ട്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം വരുന്നത് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനേഷനാണ്. നമുക്ക് നമ്മളുടെ മാർക്കറ്റിങ്ങിനെ വളരെ നേരോ ആയിട്ട്, ദറ്റ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ടു ദ പ്രോഡക്റ്റ് ഓർ സർവീസ്, നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ കാണാൻ പറ്റും. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ്സ്, ഇതൊരു പ്രക്രിയയാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സും സർവീസസും ഉണ്ടാക്കി ഒരു വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ആ വാല്യൂ എന്ന് പറയുന്നത് മണി പ്രൈസാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അവരുടെ പ്രോഡക്റ്റ്സാണ്. എനിക്ക് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ അത് ഉണ്ടാക്കും. അതുണ്ടാക്കി എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കും. അവർക്ക് അതിൻ്റെ ആവശ്യം അതിനെ ഈക്വലൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ പതുക്കെ ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂട്ടും. അപ്പം ഇത്തരത്തിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരുവിധം കൺസെപ്റ്റ്സൊക്കെ വളരെ കൺഫൈൻഡായിട്ട് ഫോം ചെയ്ത് തന്നിട്ടുള്ളത് ഈ പറയുന്ന അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ AMA ആണ്. അപ്പോൾ ഈ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നമ്മുടെ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനേഷനിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഒരു പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസിൽ ഒരു ഫ്ലോ ഉണ്ടാവുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കൺസ്യൂമറിലേക്ക്. അങ്ങനെയാണ് AMA മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ടു ദ കൺസ്യൂമേഴ്സ് ഫോർ യൂസ്. ഓക്കെ, ഇനി ഇതേ ഡെഫിനേഷൻ നമ്മളുടെ AMA വീണ്ടും 1985 ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു. ആദ്യം പെർഫോമൻസ് എന്ന് പറഞ്ഞിരുന്നത്, അതിനെ പിന്നീട് പ്രക്രിയ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് the conception, pricing, promotion and distribution of ideas, goods and services. അല്ലേ, ഇപ്പം അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഐഡിയാസ് ആവാം, ഗുഡ്സ് ആവാം, സർവീസസ് ആവാം. അല്ലേ, ഇപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐഡിയാസാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ മാർക്കറ്റ് ഐഡിയാസ് ചെയ്യാം. ഓക്കെ, ഐഡിയാസ്, ഗുഡ്സ്, സർവീസസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ച് ദാറ്റ് സാറ്റിസ്ഫൈസ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾസ്. അപ്പോൾ AMA പറയുന്നത് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷനിൽ മാർക്കറ്റിംഗ് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അതിൽ പ്ലാനിങ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, പ്രൈസിംഗ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്.
ഏതിൻ്റെയൊക്കെയാണ്? ഐഡിയാസിൻ്റെയും ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയൊക്കെ. അത് എക്സ്ചേഞ്ച് നടന്ന് അതിലൂടെ ഇൻഡിവിജ്വൽസിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ഗോൾസ് അച്ചീവ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഡെഫിനിഷൻസിലെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന പ്രോഡക്റ്റിനാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഇതായിരുന്നു ആദ്യം ഈ ഒരു രീതിയിലാണ് ബിസിനസ് റൺ ചെയ്തത്. ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. വൺസ് നമ്മളെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെ അവർക്ക് വേണ്ടി പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി അവിടെ നമ്മളൊരു സ്റ്റാൻഡ് നില ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആയിരിക്കും ഏതൊരു പുതിയ ബിസിനസ്സും ഇപ്പോൾ മോഡേൺ വേൾഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഭികാമ്യം. അപ്പോൾ അങ്ങനെയാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനേഷൻ വന്നിരിക്കുന്നത്. എന്താണ്? കസ്റ്റമറിൻ്റെ നീഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷനായിട്ട് ഇവിടെ പറയുന്നത്. ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫൈ ദം ബൈ പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ക്യാൻ മീറ്റ് ദെയർ നീഡ്സ്. അതാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനേഷൻ. ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഡെഫിനേഷൻ പറയുന്നത്. മാർക്കറ്റിംഗ് ഇസ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് റെസ്പോൺസിബിൾ ടു ഐഡൻറ്റിഫൈ, anticipate and satisfy customers' requirements profitably. അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്സിനെ ഒരു പ്രക്രിയയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് സർവീസ് കൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റും കിട്ടണം. അതാണ് പ്രോഫിറ്റബിളി എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഓതർ പ്രൊഫസർ H.L. ഹെൻസൺ അദ്ദേഹം മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്തത് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർ നീഡ്സിനെ ഡിസ്കവർ ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇൻ ടു പ്രോഡക്ട്സ് സർവീസ്. അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച് പ്രോഡക്റ്റ് സർവീസ് സ്പെസിഫൈഡ് ആയിട്ട് ഉണ്ടാക്കി അവർക്ക് അത് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യിക്കുക. അതാണ് വേറൊരു ഡെഫിനേഷൻ. അപ്പോൾ ഇവിടെയൊക്കെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനേഷനിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ നിലയിൽ നമ്മളുടെ ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഓതറാണ്. ബിക്കോസ് ഫിലിപ്പ് കോട്ട്ലർ ഈസ് കൺസിഡർഡ് ടു ബി ദ ഫാദർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം, ദാറ്റ് ഈസ് ഫിലിപ്പ് കോട്ട്ലറാണ്. അപ്പോൾ അദ്ദേഹം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട് പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: മാർക്കറ്റിംഗ് ഇസ് ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എ എക്സ്ചേഞ്ച് പ്രോസസ്സ്. ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം. അപ്പോൾ ഇവിടെ എല്ലാം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അതൊരു മോഡേൺ ഡെഫിനിഷനാണ്. കാരണം ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ദിനം പ്രതി ഓരോ കാലം കഴിയുന്തോറും കസ്റ്റമേഴ്സ് കുറേ കോൺഷ്യസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, കോൺഷ്യസ്നസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രം ആയിട്ട് കാര്യമില്ല. ഇപ്പം ആദ്യം എന്തായി, ബിസിനസ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്തു, മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വാങ്ങിച്ചിരുന്നു. പക്ഷേ കസ്റ്റമേഴ്സ് കോൺഷ്യസ് ആയപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവണമെന്നായി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും വേണം, അതിൽ നല്ല വാല്യൂ ഉണ്ടാവണം, നല്ല റിലേഷൻ ഫോം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, CRM, ഇതൊക്കെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ട്രെൻഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, വാല്യൂവിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഇത് റെജിസ് മാക്കെന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ ഈ ഒരു ഡെഫിനിഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാർക്കറ്റിംഗ് ടുഡേ ഈസ് നോട്ട് എ ഫങ്ഷൻ. ഇതൊരു ഫങ്ഷൻ മാത്രമല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിങ്ങിൽ the purpose of modern marketing is to identify, establish, maintain and enhance relationship with customers and other stakeholders. നമ്മൾ ഇപ്പോഴത്തെ ബിസിനസ്സിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും പ്രോഡക്റ്റ് സർവീസ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുക മാത്രം കാര്യമില്ല. നമ്മൾ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. അത് കസ്റ്റമേഴ്സ് മാത്രമായിട്ടല്ല,
മറിച്ച് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മളുടെ കമ്പനിക്ക് കോൺട്രിബ്യൂഷൻ, നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന എല്ലാവരെയും നമുക്ക് ജനറലി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അവരുമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് ഇപ്പോഴത്തെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫൈനലി പറയുന്ന ഇതാണ്, മാർക്കറ്റിംഗ് ഈസ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങേരെ അതുകൊണ്ടാണ് എത്തിയത്. എഗെയിൻ നമ്മൾ 2005 ഇപ്പോൾ റീസെൻ്റ്ലി അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ AMA ഇതേ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൻ ഓർഗനൈസേഷൻ ഫങ്ഷൻ, അതൊരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനാണ്, ആൻഡ് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാല്യൂസിനെ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റിലൂടെ എന്തൊക്കെ വാല്യൂസ് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്, അതിലൂടെ മാനേജിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ്സ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നല്ല കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കസ്റ്റമേഴ്സ് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഓർഗനൈസേഷനും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബെനിഫിറ്റ് ഉള്ളൂ. ആ രീതിയിലാണ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഡെഫിനിഷൻ നമ്മുടെ ഫിലിപ്പ് കോട്ട്ലറും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ ഒരു ടേമിലൂടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് CCDVTP. CCDVTP എന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ്. CCD അല്ലേ, ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദ ടാർഗറ്റ് മാർക്കറ്റ് അറ്റ് എ പ്രോഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്. CCDVTP അതിൽ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദ ടാർഗറ്റ് മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സാണ്, അറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം നമ്മളുടെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ 3 ഡെഫിനേഷൻസാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ മോഡേൺ ഡെഫിനേഷനാണ് അധികം ഇപ്പോഴത്തെ ബിസിനസ്സുകൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിട്ടിട്ട് നമ്മൾ വാല്യൂ അതുപോലെ റിലേഷൻഷിപ്പിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. പിന്നെ മാർക്കറ്റിംഗ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാർക്കറ്റിംഗ് ഡീൽസ് വിത്ത് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. മാർക്കറ്റിംഗ് ഇസ് ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റീസ്. Marketing focuses on goods, services and ideas. Market intends to satisfy and delight the customers. Marketing focus on delivering value to customers. Marketing is surrounded by needs. Marketing is business and business is marketing. Marketing is a process of exchange. Marketing is a universal process. Even non-profit organizations വരെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കോളേജസ് ആയാലും യൂണിവേഴ്സിറ്റീസ് ആയാലും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആയാലും ഹോസ്പിറ്റൽസ് ആയാലും ദേ ഓൾ പെർഫോം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഈ ഡെഫിനിഷൻസിൽ നിന്നൊക്കെ കൺക്ലൂഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് എന്ന ഡെഫിനിഷൻസ്, അതിൻ്റെ 3 ഓറിയൻറ്റഡ് ഡെഫിനിഷൻസ് അല്ലേ, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ്, അതുപോലെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കണ്ടു. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ ആൻഡ് ഫീച്ചർ എന്താണെന്നുള്ളത് കണ്ടു. ഇത്രയും നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, സോ ബാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. ബൈ ആൻഡ് ടേക്ക് കെയർ.